ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതെ, ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ലണ്ടനിലെ പ്രശസ്തമായ ബാലാജി ടെമ്പിളിനെ കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങൾ പറയാനും അതെല്ലാം ഒന്ന് കാണിച്ചു തരാനും പിന്നെ ഞങ്ങളുടെ യാത്രയെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുമാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണണേ, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പൊ ഈ ബാലാജി ടെമ്പിൾ ഇരിക്കുന്നത് ലണ്ടൻ എന്ന് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇത് ഇരിക്കുന്നത് ശരിക്കും ബ്രമിംഗ്ഹാമിലെ ഡഡ്ലി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. അപ്പൊ നമ്മളിവിടെ താമസിക്കുന്നത് നോർത്താംപ്ടൺ ഷെയർ എന്ന് പറയുന്ന സ്ഥലത്ത്, നോർത്താംപ്ടൺ ഷെയറിൽ കോർബി എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 68 മൈൽ, അതായത് 109 കിലോമീറ്റർ ദൂരെ സഞ്ചരിച്ച് വേണം നമുക്ക് ഈ അമ്പലത്തിൽ എത്തിച്ചേരാൻ കേട്ടോ. നമ്മൾ ട്രാവൽ ചെയ്യുന്നത് M6 എന്ന് പറയുന്ന ഒരു മോട്ടോർവേയിൽ കൂടിയാണ് കേട്ടോ. ഞങ്ങൾ ഈ അമ്പലത്തിലേക്ക് പോയത് ശനിയാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ അധികം ട്രാഫിക് ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഏകദേശം 1 മണിക്കൂർ 15 മിനിറ്റ് ട്രാവൽ ചെയ്ത് അമ്പലത്തിനകത്ത് ഇപ്പം എത്തി കേട്ടോ. ഇപ്പൊ കാർ പാർക്കിൽ വണ്ടി ഞങ്ങളൊന്ന് പാർക്ക് ചെയ്യാൻ നോക്കുവാണേ. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഇത് കാണാനോ ഇഷ്ടംപോലെ കാർ പാർക്ക് ഫുള്ളാണ് കേട്ടോ. ഞങ്ങൾക്ക് ബെയർലി ഒരു സ്പേസ് കിട്ടിയിട്ടേ ഉള്ളൂ പാർക്ക് ചെയ്യാനായിട്ട്. ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം 30,000 ചതുരശ്ര മീറ്റർ ചുറ്റളവിലാണ് കേട്ടോ. ഭയങ്കര നല്ലൊരു കാഴ്ചയാണ്, നല്ല പച്ചപ്പും. ഇപ്പം ഇവിടെ വിൻ്റർ ഏകദേശം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നല്ലൊരു സീനറിയാണ് കേട്ടോ ഇതിൻ്റെ ചുറ്റുമൊക്കെ കാണാനായിട്ട്. അപ്പം നമ്മൾ അമ്പലത്തിൽ കാറ് പാർക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ശ്രീ ബാലാജി ക്ഷേത്രം 2006 കേട്ടോ ഡൽഹിയിൽ സ്ഥാപിതമായേക്കുന്നത്. ഇത് പ്രധാനമായിട്ടും തിരുപ്പതി ക്ഷേത്രത്തെ മാതൃകയാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരം മുതൽ ഗർഭഗൃഹം വരെ ദക്ഷിണേന്ത്യൻ ശൈലിയിലുള്ള ശില്പശാസ്ത്രത്തിൻ്റെയും വാസ്തുശാസ്ത്രത്തിൻ്റെയും പ്രൗഢഗംഭീരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. ഇത് അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് കേട്ടോ. ഈ കാണുന്ന ഗോപുരത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ പ്രധാന അമ്പലത്തിൻ്റെ കവാടത്തിനകത്തേക്ക് കയറി പോകുന്നത് കേട്ടോ. അപ്പം ഞങ്ങളിവിടെ മെയിൻ ഗോപുരത്തിൻ്റെ നടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ മെയിൻ ഗോപുരത്തിൻ്റെ 2 വശത്തുമായിട്ട് ചെറിയ ചെറിയ കെട്ടിടങ്ങൾ കാണാം. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശിവൻ്റെയും മഹാഗണപതിയുടെയും സുബ്രഹ്മണ്യ സ്വാമിയുടെയും പിന്നെ നവഗ്രഹങ്ങളുടെയും ശ്രീ സത്യസായി ബാബയുടെയും ഒക്കെയുള്ള ചെറിയ ഓരോ അമ്പലങ്ങളാണ് ഈ പ്രധാന ഗോപുരത്തിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഈ സൈഡിലുള്ള എല്ലാ ചെറിയ അമ്പലങ്ങളും തൊഴുതിട്ടാണ് കേട്ടോ നമ്മൾ അകത്തേക്ക് പോയത്. ഈ ക്ഷേത്രത്തിൽ മറ്റെല്ലാ ക്ഷേത്രങ്ങളെയും പോലെ തന്നെ ദൈനംദിന പൂജകളും ഭക്തർക്ക് അർച്ചനകൾ നടത്താനുമുള്ള സൗകര്യങ്ങളൊക്കെയുണ്ട്. അതുകൂടാതെ ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രസാദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുപ്പതി ഭഗവാന്റെ ലഡുവാണ്. അത് നമുക്ക് കൗണ്ടറിൽ നിന്ന് മേടിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇവിടെ കുട്ടികൾക്ക് ചോറ് കൊടുക്കാനും വിവാഹം നടത്താനും പിതൃതർപ്പണം നടത്താനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നതിന് വേണ്ടി നേരത്തെ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇവർ കറക്റ്റായിട്ട് നമ്മൾ എന്താണ് പൂജാദ്രവ്യങ്ങൾ കൊണ്ടുവരേണ്ടതെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ് കേട്ടോ. ഞങ്ങൾ പോയത് ശനിയാഴ്ച ആയതുകൊണ്ടായിരുന്നു തോന്നുന്നു ഇവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ പുറത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമായിരുന്നു ഈ അകത്തുള്ള ചെറിയ ക്ഷേത്രങ്ങളിലേക്ക് ഇങ്ങനെ പോയി തൊഴണമെങ്കിൽ. എന്ന് വെച്ചാൽ അതിനകത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പുറത്തെല്ലാം ഇവിടെ തൊഴുത് കഴിഞ്ഞ് ഇനി നമുക്ക് അകത്താണ് പോയി തൊഴേണ്ടതുള്ളത്. ഇവിടുത്തെ ഈ ആംബിയൻസ് ഇത് പ്രത്യേകിച്ച് പറയേണ്ടതാണ് കേട്ടോ. അത് പറയാനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് നമുക്ക് വേർഡ്സ് ഒന്നുമില്ല. ഇതൊന്നുമല്ലാതെ ഈ അമ്പലം ഇനിയും ഇത് വലുതാക്കാനായിട്ട് ഇവിടെ ഒരുപാട് കൺസ്ട്രക്ഷനുകളും അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നടന്നുകൊണ്ട് ഇപ്പോൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറി തൊഴാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാനായിട്ട് പെർമിഷൻ ഇല്ല, അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇത് മെയിനായിട്ട് ശ്രീ ബാലാജി ഭഗവാന്റെ ഇരുവശങ്ങളിലുമായിട്ട് നമുക്ക് മഹാലക്ഷ്മിയുടെയും ശ്രീ ഹനുമാന്റെയും പ്രതിഷ്ഠകളാണ് ഇതിന് അകത്തുള്ളത് കേട്ടോ. അപ്പം ഞങ്ങൾ അകത്ത് ചുറ്റി തൊഴുത് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം
ഞങ്ങൾ പുറത്തിറങ്ങി വന്നിട്ട് ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഈ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ ഇനി പ്രസാദ ഊട്ടിൻ്റെ അല്ലെങ്കിൽ അന്നദാനത്തിൻ്റെ ആ സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത്. ഇവിടെ പ്രസാദം എന്ന് പറയുന്നത് രാവിലെ ആണെങ്കിൽ ഒരു 10 വരെ പ്രാതലിൻ്റെ സമയത്ത്, അതും പിന്നെ ഉച്ചയ്ക്കുള്ള സമയത്ത് നമുക്ക് അന്നദാനം ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ സൈഡിലായിട്ട് ഇവർ പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഊഞ്ഞാലാടാനൊക്കെയുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ലോങ് ക്യൂ ആണ് കേട്ടോ ഇവിടെ കാണുന്നത്. അന്നദാനത്തിൻ്റെ സമയമാണിപ്പോൾ കേട്ടോ. ഞങ്ങൾ ക്യൂവിലൊക്കെ നിന്ന് അന്നദാനം എല്ലാം മേടിച്ച് കഴിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ അന്നദാനമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു ഇന്ത്യൻ ഗ്രോസറി സ്റ്റോറും ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്തെങ്കിലും ഷോപ്പിംഗ്, ഇന്ത്യൻ ഐറ്റംസ് എന്തെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് മേടിക്കാനുള്ള ഒരു വ്യവസ്ഥയും ഈ അമ്പലത്തിൻ്റെ ആ ഒരു ചുറ്റളവിൽ തന്നെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് തിരിച്ചു പോരാനായിട്ട് കാർ പാർക്കിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇത് കാണണമെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായിട്ട് കമൻറ്റ് ബോക്സിൽ നിക്ഷേപിക്കാനും ഒന്ന് ഓർത്തേക്കണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.